നമസ്കാരം. ഹനുമാന്റെ ചിത്രങ്ങൾ നമുക്ക് വീട്ടിൽ വെച്ച് ആരാധിക്കാമോ? അല്ലെങ്കിൽ ഹനുമാന്റെ ചിത്രങ്ങൾ നമുക്ക് പൂജാമുറിയിലെല്ലാം വെക്കാമോ? സാധാരണ നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ്. കാരണം നമ്മുടെ എല്ലാവരുടെയും ഒരു ദൃഷ്ടിയിൽ ഹനുമാൻ കുറച്ച് കർക്കശക്കാരനാണ്. അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലുള്ള നമ്മുടെയൊക്കെ വീടുകളിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വയ്ക്കാമോ? അദ്ദേഹത്തെ ആരാധിക്കാമോ? അതോ ക്ഷേത്രങ്ങളിൽ, ഹനുമാന്റെ ക്ഷേത്രങ്ങളിൽ പോയി മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴിപാട് കഴിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ജപിക്കാനോ അല്ലെങ്കിൽ ഹനുമാനെ സേവിക്കാനോ പാടുള്ളൂ? ഇങ്ങനെയൊക്കെയുള്ളൊരു സംശയം പഴയ കാലം തൊട്ടേ ഉണ്ട്. അപ്പോൾ പഴയ കാലത്ത് കർണന്മാരൊക്കെ ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്, ഹനുമാനെ അധികം അങ്ങോട്ട് ഉപാസിക്കേണ്ട കേട്ടോ, ബുദ്ധിഭ്രമം വരും. ഇങ്ങനെയൊക്കെ പല പല കഥകളും ഇങ്ങനെ കേൾക്കാം. സത്യം എന്താണ്? സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഹനുമാൻ ആരാണെന്ന് മനസ്സിലാക്കണം. ഹനുമാൻ ആരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആധ്യാത്മിക രാമായണം ആരംഭിക്കുന്നത് തന്നെ. സുന്ദരരൂപേ, നീ കണ്ടില്ലേ ഈ ഹനുമാനെ? നിന്നിലും എന്നിലും സദാസമയവും ഇവനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് പറയുന്നു, ഈ ഹനുമാനെ നീ കണ്ടില്ലേ? സദാസമയവും എന്നിലും നിന്നിലും ഇവനുണ്ട്. പരമാർത്ഥമായ തത്വത്തിൽ അല്ലാതെ ഇവന് മറ്റൊന്നിലും ആഗ്രഹമില്ല. അതുകൊണ്ട് നീ ഇവന് ബ്രഹ്മോപദേശം നൽകിയാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആധ്യാത്മിക രാമായണത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ അത് പറയുന്നത്. അങ്ങനെ സീത ശ്രീരാമതത്വം ഹനുമാന് ഉപദേശിച്ചു കൊടുക്കുന്നു. അത് തന്നെയാണ് ശ്രീരാമദേവൻ പറഞ്ഞത് തന്നെയാണ് ഹനുമാൻ. നിന്നിലും എന്നിലും സദാസമയവും സർവചരാചരങ്ങളിലും സർവജീവജാലങ്ങളിലും സർവ്വതിലും സദാസമയവും സ്ഫുരിക്കുന്ന ആ ഞാൻ എന്ന ആ ബോധം, ആ പരമബോധം, ആ പരമ ആത്മാനുഭവബോധം, ആ ബ്രഹ്മതത്വം, അത് തന്നെയാണ് ഹനുമാൻ. അപ്പം അതുകൊണ്ട് ഹനുമാനെ അങ്ങനെ ഭയപ്പെടേണ്ടതായ യാതൊരു കാര്യവുമില്ല. എല്ലാ ഈശ്വരന്മാരെയും പൂജിക്കുന്നത് പോലെ, എല്ലാ ഈശ്വരന്മാരെയും ഭജിക്കുന്നത് പോലെ നമുക്ക് ഹനുമാനെയും ഭജിക്കാം. രാമഭക്തിയുടെ സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിലെ ഒരു ചക്രവർത്തിയാണ് ഹനുമാൻ. ഹനുമാനേക്കാൾ വലിയൊരു ഭക്തനെ നമുക്ക് കാണാൻ കഴിയില്ല. അത്ര ഹൃദയാലുവാണ് ഹനുമാൻ സ്വാമി. സദാസമയവും രാമനാമം ജപിച്ചുകൊണ്ട് ആ രാമൻ്റെ ആ പാദത്തിൽ മാത്രം ശ്രദ്ധ ഊന്നിക്കൊണ്ട് മുക്തിക്ക് പോലും, മോക്ഷം പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജീവിതമാണ് ഹനുമാൻ്റേത്. കാരണം എന്താണ് ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഹനുമാനോട് ചോദിക്കും, ഹനുമാൻ എന്താണ് വരം വേണ്ടത്? എന്നിൽ നിന്നും വരം സ്വീകരിച്ചാലും. ഹനുമാൻ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ജഗദീശ്വരനായ രാമചന്ദ്രസ്വാമി അത് ഹനുമാന് കൊടുക്കും. ഹനുമാൻ ചോദിച്ചത് ഒന്നു മാത്രമാണ്, ഈ രാമനാമ കഥ ഏത് കാലത്തുണ്ടോ, ഈ രാമനാമം ഏത് കാലത്തുണ്ടോ അവിടെയെല്ലാം അത്രയും കാലം എനിക്ക് ജീവിക്കാൻ കഴിയണം. ഈ രാമനാമം കേൾക്കാൻ കഴിയണം. എന്തൊരു ഭക്തിയാണത്! ഭഗവാന്റെ നാമശ്രവണം മാത്രമാണ് ആ ഭക്തോത്തമൻ ആഗ്രഹിച്ചത്. ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി ഹനുമാന് ആ വരം കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾ രാമായണമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ഇപ്പോൾ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ രാമായണം വായിക്കുമ്പോൾ ഒരു വിളക്ക് വെച്ച് ഒരു പലകയും അവിടെ വയ്ക്കണം എന്ന് പറയും. ഈ പലക ഹനുമത് സ്വാമിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്.
കാരണം രാമായണം വായിക്കുമ്പോൾ തന്നെ ഹനുമാൻ അവിടെ വരുന്നതാണ്. ആ രാമശബ്ദം, രാമ എന്നുള്ള 2 അക്ഷരം കേട്ടാൽ തന്നെ ഭഗവാൻ അവിടെയുണ്ട്, ഭഗവാന്റെ സാന്നിധ്യം അവിടെയുണ്ട്. അപ്പോൾ ഹനുമാൻ ഇരിക്കാൻ വേണ്ടി ഒരു പലകയും ഒരു പീഠവും ഒരു നിലവിളക്കും ആ ശ്രീരാമചന്ദ്രദാസനെ സങ്കല്പിച്ച് ഒരു വിളക്കും വെക്കണം എന്നാണ് പറയുക. ശരിക്കും രാമായണത്തിലെ ഒരു അത്ഭുത കഥാപാത്രമാണ് ഹനുമാൻ. ശ്രീരാമ ദൗത്യം പരിപൂർണമായും നിർവഹിക്കുന്ന ഹനുമാൻ, അദ്ദേഹം ശ്രീരാമദൂതനായിട്ടാണ് അറിയപ്പെടുന്നത് തന്നെ. എപ്പോഴും എവിടെയും രാമൻ്റെ കൂടെ നടക്കുന്ന ആള്, രാമനെ തോളിലേറ്റി, രാമലക്ഷ്മണന്മാരെ തോളിലേറ്റി നടക്കുന്ന ആള്. അങ്ങനെയുള്ള ഹനുമാന് ഏറ്റവും പ്രിയപ്പെട്ട നാമം രാമരാമ എന്നത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഹനുമാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹനുമത് മന്ത്രമാണ് ജപിക്കേണ്ടതെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയല്ല. ഹനുമാനെ പ്രസാദിപ്പിക്കാൻ ഏറ്റവും എളുപ്പ വഴി രാമനാമം ജപിക്കുക എന്നതാണ്. എവിടെ രാമനാമം ഉണ്ടോ അവിടെ എല്ലാം ഹനുമാൻ ആ സാന്നിധ്യം ഉണ്ടാവും. ഹനുമാൻ ആ രാമനാമം ജപിക്കുന്നവരെ അനുഗ്രഹിക്കും. ഹനുമാന്റെ മന്ത്രങ്ങളുണ്ട്, അത് പുറകെ നമുക്ക് പറയാം. കാരണം രാമനാമത്തിൻ്റെ മഹാത്മ്യം ഏറ്റവും അധികം അറിഞ്ഞിട്ടുള്ള ആള് ഹനുമാനാണ്. ആ രാമമന്ത്രത്തിൻ്റെ ശക്തി ഏറ്റവും അധികം അനുഭവിച്ചിട്ടുള്ളതും ഹനുമാനാണ്. അദ്ദേഹത്തിൻ്റെ ആ സമുദ്രലംഘനം, അല്ലെങ്കിൽ ആ ലങ്കയെ അഗ്നിക്കിരയാക്കുന്നത്, അങ്ങനെ എല്ലാ കഥാസന്ദർഭങ്ങളിലും യുദ്ധകാണ്ഡത്തിലും എല്ലാം തന്നെ ഹനുമാൻ സദാ ജപിക്കുന്നത് രാമരാമ എന്ന മന്ത്രമാണ്. ഒരു കഥ തന്നെയുണ്ട്, അത് രാമായണത്തിലുള്ള കഥയല്ല, എന്നാലും ഹനുമാന്റെ രാമനാമ മന്ത്ര ജപത്തിലുള്ള വിശ്വാസവും ആ രാമനിലുള്ള അചഞ്ചലമായ വിശ്വാസവും സൂചിപ്പിക്കുന്ന ഒരു കഥ ഉത്തരാമായണത്തിലാണ് എന്നാണ് തോന്നുന്നത്. അതുണ്ട്. അത് ഇങ്ങനെയാണ്. ഈ കാശിരാജാവായിട്ടുള്ള ശകുന്തരാജാവ്, ഈ ശകുന്തരാജാവ് സപ്തർഷികളെ ഒരിക്കൽ കാണാൻ ഇടവന്നു. അപ്പോൾ സപ്തർഷികളെ എല്ലാവരെയും വിശ്വാമിത്രനെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരെയും അദ്ദേഹം ഭൂമിയിൽ വീണ് കിടന്ന് നമസ്കരിക്കും. വിശ്വാമിത്രനെ മാത്രം നിന്നുകൊണ്ടാണ് നമസ്കരിക്കുക. ഇതിൽ വിശ്വാമിത്രന് വല്ലാണ്ട് കോപമുണ്ടാവും. കാരണം വിശ്വാമിത്രൻ രാജർഷിയാണ്. അപ്പോൾ ബാക്കിയുള്ള ഋഷിമാരെല്ലാം ബ്രഹ്മർഷി. അപ്പോൾ നീ അതിലൊരു പക്ഷാഭേദം കാണിച്ചു, ഞാൻ രാജർഷി ആയതുകൊണ്ട് മാത്രമാണ് എന്നെ നിന്നുകൊണ്ട് നമസ്കരിച്ചത് എന്ന് ഈ ശകുന്തരാജാവിനോട് പറഞ്ഞുകൊണ്ട് വളരെ കോപാകുലനായി അദ്ദേഹം നേരെ അയോധ്യയിൽ ചെന്നു. അപ്പോൾ ശ്രീരാമദേവന്റെ ഗുരുവാണ് വിശ്വാമിത്ര മഹർഷി. അപ്പോൾ അദ്ദേഹത്തോട് പറയും, ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ആ എന്നെ അപമാനിച്ച ശകുന്തരാജാവിൻ്റെ ശിരസ് എൻ്റെ പാദത്തിൽ നീ ചേർക്കണം എന്ന് പറയും. ഇത് ഗുരുദക്ഷിണയായിട്ട് നീ കണക്കിലാക്കിക്കോളൂ എന്ന് പറയും. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറയും, ഗുരുദക്ഷിണ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളാണ് അദ്ദേഹം. ഇതാ സൂര്യ അസ്തമനത്തിന് മുമ്പ് ഈ ശകുന്തരാജാവ് ഈ 3 ലോകങ്ങളിൽ എവിടെയുണ്ടെങ്കിലും ആ ശിരസ് അങ്ങയുടെ പാദത്തിൽ ചേർന്നിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വില്ലും ശരവുമൊക്കെ ആയിട്ട് അദ്ദേഹം ശകുന്തരാജാവിനെ തേടി പുറപ്പെടുകയാണ്. ഈ സമയത്ത് ശകുന്തരാജാവ് പേടിച്ചു പറിച്ചിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുക. ശകുന്തരാജാവിനറിയാം സംഭവിക്കാൻ പോകണം എന്താണെന്ന്. അപ്പോൾ നാരദ മഹർഷി വന്ന് പറഞ്ഞിട്ട് പറയും, ഇതാ ഈ പർവ്വതത്തിൻ്റെ അപ്പുറത്ത് ഒരു ഗുഹയുണ്ട്, അവിടുന്ന് ഒരു സ്ത്രീ ഇറങ്ങി വരും. ആ സ്ത്രീയെ ചെന്ന് നീ ശരണം പ്രാപിച്ച് നിന്നെ രക്ഷിക്കാൻ പറയാം. അവർ നിന്നെ രക്ഷിക്കും. പിന്നീട് രക്ഷിക്കും എന്ന് വാക്ക് തന്നതിന് ശേഷം നീ നിന്റെ ഈ കഥ എന്താണെന്ന് പറയാവൂ എന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഗുഹയിൽ നിന്നൊരു സ്ത്രീ ഇറങ്ങി വരണ്ട്. ശകുന്തരാജാവ് ഓടിച്ചെന്ന് ആ കാലിൽ വീണ് നമസ്കരിച്ച് അമ്മേ എന്നെ രക്ഷിക്കണേ എന്ന് പറയും. അപ്പോൾ ആ സ്ത്രീ ശകുന്തരാജാവിനോട് പറയും, ദീർഘായുഷ്മാനായിരിക്കട്ടെ പറയും, ദീർഘായുസായിരിക്കട്ടെ എന്ന് പറയും. അത് കേട്ടപ്പോൾ ശകുന്തരാജാവിന് സമാധാനമായി. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പറയും. ആ അമ്മ ഞെട്ടിപ്പോയി. കാരണം അത് ഹനുമാന്റെ അമ്മയാണ്, അഞ്ജനാദേവിയാണ്. അഞ്ജനാദേവി രക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തുപോയി. ശത്രു ആരാ? ശ്രീരാമദേവൻ.
ആകെ വശമായി. അഞ്ജനാദേവി തൻ്റെ മകനെ മനസ്സിൽ സ്മരിക്കും, ആ വായുപുത്രനെ മനസ്സിൽ സ്മരിക്കും. അമ്മ സ്മരിച്ച ഉടൻ തന്നെ ഹനുമാൻ മുമ്പിൽ വരും. അമ്മ എന്താ എന്നെ സ്മരിച്ചത്, എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. കാര്യം പറയും. ഹനുമാൻ മൂർച്ഛിതനായി ബോധം കെട്ട് ഭൂമിയിൽ വീഴും. ഈശ്വര, എൻ്റെ സ്വാമിയായ രാമചന്ദ്ര സ്വാമിയാണ് ഇയാളെ കൊല്ലുന്ന ശപഥം എടുത്തിട്ടുള്ളത്. എൻ്റെ അമ്മയാണ് ഇയാളെ രക്ഷിക്കുമെന്ന് ശപഥം എടുത്തിട്ടുള്ളത്. അമ്മ വരവും കൊടുത്തു, ഇയാൾ ദീർഘായുഷ്മാനായിരിക്കും എന്നത്. എന്ത് ചെയ്യും? പുത്രധർമ്മം സ്വാമിധർമ്മം. എന്തായാലും അമ്മയുടെ വാക്ക് ലംഘിക്കാൻ പാടില്ല, അലംഘനീയമാണ്. ഹനുമാൻ സ്വാമി ഈ ശകുന്തരാജാവിന് കാവലായിക്കൊണ്ട് നിൽക്കുകയാണ്. വില്ലും ശരവുമേന്തി ഹനുമാൻ സ്വാമി നിൽക്കുന്നു. ശകുന്തരാജാവിനെ അന്വേഷിച്ച് ശ്രീരാമചന്ദ്രനും അവിടെ എത്തിച്ചേർന്നു. ശ്രീരാമചന്ദ്രൻ ശകുന്തരാജാവിനെ വധിക്കാൻ ശ്രമിക്കുന്നു. ഹനുമാൻ അതിനെ തടയുന്നു. അങ്ങനെ ഭഗവാനും ഭക്തനുമായുള്ള യുദ്ധം അവിടെ ആരംഭിച്ചു. ഹനുമാനും ശ്രീരാമചന്ദ്ര സ്വാമിയുമായിട്ട് വലിയ യുദ്ധം ആരംഭിക്കുകയാണ്. ദേവന്മാരും എല്ലാവരും ആശ്ചര്യഭരിതരായി നിന്നു. എന്താണ് ഈ കാണുന്നത്? ഹനുമാൻ പൂർണ്ണ വീര്യത്തോടെ ശ്രീരാമചന്ദ്രനെതിരെ അസ്ത്രം ചെയ്യുകയാണ്. ശ്രീരാമചന്ദ്രനും തൻ്റെ ബാണം, ആ കുദണ്ഡവാണിയാണ് അദ്ദേഹം നിന്നാൽ ലോകത്താർക്കും അദ്ദേഹത്തെ എതിരിട്ട് ജയിക്കാൻ സാധ്യമല്ല. അദ്ദേഹവും തൻ്റെ ആയുധപ്രയോഗം തുടങ്ങി. പക്ഷേ ഈ ഹനുമാന്റെ അസ്ത്രങ്ങൾ ശ്രീരാമചന്ദ്രനെ മുറിവേൽപ്പിക്കുന്നുണ്ട്. കാരണം ഹനുമാൻ ശ്രീരാമ രാമ രാമ എന്നുറക്കെ ജപിച്ചിട്ടാണ് ഓരോ അസ്ത്രം അങ്ങോട്ട് ചെയ്യണത്. അതൊക്കെ ശ്രീരാമനിൽ മുറിവേൽപ്പിക്കുന്നുണ്ട്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ബാണങ്ങളാണെങ്കിലോ ഈ ശ്രീരാമരാമ എന്നുള്ള ജപം കേട്ടിട്ട് ഹനുമാനിൽ അത് പുഷ്പങ്ങളായിട്ട് വീഴുകയാണ്. ഓരോ ബാണവും പുഷ്പങ്ങളായി ഒരു പുഷ്പാഞ്ജലി പോലെ മാറുകയാണ് ഹനുമാന്റെ ദേഹത്ത്. ഹനുമാൻ അയക്കുന്ന ഈ രാമമന്ത്ര ജപത്തോടുകൂടി അസ്ത്രങ്ങൾ ഭഗവാനിൽ മുറിവുണ്ടാക്കും. ഈ സമയത്ത് ബ്രഹ്മാവും വിഷ്ണുവും മഹാദേവനും എല്ലാം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവരെ പറഞ്ഞു, ഇത്രയൊരു ചെറിയ കാര്യത്തിന് ഇങ്ങനെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ പാദം, അദ്ദേഹത്തിൻ്റെ ശിരസ്, ശകുന്തരാജാവിൻ്റെ ശിരസ് തൻ്റെ പാദത്തിൽ ചേർക്കണം എന്നല്ലേ മഹർഷി പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ശകുന്തരാജാവ് വന്ന് തൻ്റെ മുഖം ആ പാദത്തോട് ചേർത്ത് വെച്ച് നമസ്കരിച്ചാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ശകുന്തരാജാവ് സന്തോഷപൂർവ്വം വിശ്വാമിത്ര മഹർഷിയുടെ പാദങ്ങളിൽ തൻ്റെ മുഖം ചേർത്ത് വെച്ചു. കണ്ണീര് ധാരധാരയായി ഒഴുകി. മഹർഷിക്കും വളരെ സന്തോഷമായി. ഇതിലൊരു വലിയ തത്വമുണ്ട്. ഭക്തനും ഭഗവാനിലും ആരാണ് വലുത്? സംശയം വേണ്ട, ഭക്തനാണ്. കാരണം ഭക്തൻ ജയിക്കണം എന്നാണ് എപ്പോഴും ഭഗവാന്റെ ആഗ്രഹം. ഭഗവാൻ തോറ്റാലും എൻ്റെ ഭക്തൻ തോൽക്കരുത്. അത് ശ്രീരാമചന്ദ്ര സ്വാമിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഹനുമാനെ മൃദു ആയിട്ടാണ് അയച്ചത്. വലിയ വലിയ അസ്ത്രങ്ങളൊന്നും അദ്ദേഹം അയച്ചില്ല. അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു, എൻ്റെ ഭക്തൻ ജയിക്കണം, എൻ്റെ ഭക്തൻ തോറ്റൂടാ. ഇത് തന്നെയല്ലേ മഹാഭാരതത്തിൽ അങ്ങനെ ഉണ്ടായത്. ആയുധമെടുക്കില്ല എന്നുള്ള ശ്രീകൃഷ്ണന്റെ സത്യം, ശ്രീകൃഷ്ണനെ കൊണ്ട് ആയുധം ഇടിപ്പിക്കും എന്ന ഭീഷ്മരുടെ ശപഥം. അവസാനം അർജുനനെ അസ്ത്രങ്ങളെ കൊണ്ട് വല്ലാണ്ട് മുറിവേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് സഹിക്കാൻ വയ്യാണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ചക്രായുധം ഉയർത്തി ഭീഷ്മരുടെ നേരെ. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം ഭഗവാനെ തൊഴുതു. ഭീഷ്മർക്ക് മനസ്സിലായി, ഭഗവാൻ തൻ്റെ ഭക്തൻ ജയിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ആയുധം എടുത്തത്, അല്ലാണ്ട് ശപഥം മറന്നിട്ടല്ല. ഭീഷ്മരുടെ സ്തുതി കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം. എപ്പോഴും ഭക്തൻ ജയിക്കണം എന്നാണ് ഭഗവാന്റെ താല്പര്യം. അപ്പോൾ ഭക്തന്മാരിൽ ഭക്താഗ്രകേസരിയായിട്ടുള്ള ആളാണ് ശ്രീ ഹനുമാൻ. ആ ശ്രീ ഹനുമാനെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രഹങ്ങളിൽ വെച്ച് പൂജിക്കാം. ആ ഫോട്ടോയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിൻ്റെ രൂപത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് നമുക്ക് രാമരാമ എന്നുള്ള മന്ത്രം നമുക്ക് ധാരാളം ജപിക്കാം. ഈ കലിയുഗത്തിൽ ഏറ്റവും ഫലപ്രദമായ മന്ത്രം ഹരേ രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രമാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഉപനിഷത്തൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം തന്നെ വരുന്നത് രാമമന്ത്രമാണ്. ഹരേ രാമ രാമ രാമ. ഈ രാമമന്ത്രത്തിന് അത്ര ഒരു മഹാത്മ്യം ഉണ്ട്. കാരണം ഒരു കൊള്ളക്കാരനും പിടിച്ചുപറിക്കാരനും ഒക്കെ ആയിട്ടുള്ള രത്നാകരൻ എന്ന ഒരു കാട്ടാളൻ, അദ്ദേഹത്തെ ഈ മഹർഷിമാരെ കൊള്ളയടിക്കാൻ അദ്ദേഹം ശ്രമിക്കണു. മഹർഷിമാരതൊക്കെ സമ്മതിച്ചിട്ടൊരു ചോദ്യം ചോദിച്ചു, നീ ചെയ്യുന്ന ഈ പാപത്തിൻ്റെ ഒക്കെ പങ്ക് നിന്റെ ഭാര്യ ഏറ്റെടുക്കുമെന്ന് ചോദിച്ചു. കാര്യം അദ്ദേഹം ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തിരുന്നത്. ആ ഒരു ചോദ്യം ഈ രത്നാകരനെ ഒന്ന് പിടിച്ചു കുലുക്കി. രത്നാകരൻ ഭാര്യയോട് ചെന്ന് ചോദിച്ചു, ഞാൻ ഇത്ര പാപം ചെയ്യുന്നുണ്ട്, പകുതി അതിൻ്റെ പാപത്തിൻ്റെ ഫലം നീയും കൂടി എടുക്കില്ലേ? നിനക്കും കൂടി വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഭാര്യ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ചെയ്യുന്ന പാപം നിങ്ങളുടെ ഫലമാണ്, ഞാൻ അതിലെ ഒരു പാപവും ഏറ്റുവാങ്ങില്ല എന്ന് പറഞ്ഞു. ആകെ വിഷമിച്ചിട്ടുള്ള ഈ രത്നാകരൻ വീണ്ടും മഹർഷിമാരെ ചെന്ന് നമസ്കരിച്ചിട്ട് അദ്ദേഹത്തിന് തൻ്റെ തെറ്റ് മനസ്സിലായി. പശ്ചാത്താപവശനായിട്ട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മഹർഷിമാർ പറഞ്ഞു, നീ രാമ രാമ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് ഇവിടെ തപസ് ചെയ്യൂ, നിനക്ക് മുക്തി ഉണ്ടാവും എന്ന് പറഞ്ഞു. രാമരാമ എന്ന് പറയാനുള്ള അറിവ് പോലും ഈ രത്നാകരൻ എന്ന കാട്ടാളിനില്ല. അതുകൊണ്ട് മര മര എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ മര മര എന്ന് പറയുമ്പോൾ രാമരാമ എന്നാവുമല്ലോ. അങ്ങനെ ജപിച്ചുകൊണ്ട് ഈ രത്നാകരൻ തപസ് ചെയ്തു. അദ്ദേഹത്തെ മണ്ണിൻ്റെ പുറ്റ് വന്ന് മൂടി. ആ വാൽമീകത്തിൽ നിന്നും ആ ചിതൽപ്പുറ്റ് പൊട്ടിച്ചുകൊണ്ട് രത്നാകരൻ പുറത്തു വന്നത് സാക്ഷാത് വാൽമീകി മഹർഷിയായിട്ടാണ് അല്ലേ. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം. നമുക്കറിയാം ആ രാമായണം അവിടെ നിന്ന് തുടങ്ങുകയാണ്. അതീവ കാവ്യ ഭംഗിയോടെ ഒരു ഇതിഹാസമായിട്ട്, മന്ത്രാർത്ഥമായിട്ട്, സാന്ത്വനമായിട്ട് എന്തൊക്കെയാണോ അതെല്ലാമായി ആ രാമായണ കഥ വാൽമീകിയുടെ മുഖത്ത് നിന്ന് ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോ ഈ രത്നാകരനെ പോലും ഒരു മഹർഷിയാക്കി മാറ്റിയ വലിയ മന്ത്രമാണ് രാമമന്ത്രം. വെറുതെ രാമ രാമ എന്ന് പറഞ്ഞുള്ളൂ. അത് തന്നെയാണ് വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നത്. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ആ ഫലശ്രുതിയിൽ പറയുന്നുണ്ട്, പാർവതി ചോദിക്കുകയാണ്, സഹസ്രനാമം മുഴുവൻ ജപിക്കാൻ കഴിയാത്തവർക്ക് എന്താണ് ഒരു മാർഗം? അപ്പൊ ഭഗവാൻ പറയാണ്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ഈ ശ്രീരാമ രാമ 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 എന്നുള്ള മന്ത്രം ജപിച്ചോളൂ. അത് സഹസ്രനാമത്തിന് തത്തുല്യമാണ്. അത്ര ശക്തിമത്തായ മന്ത്രമാണ് രാമരാമ എന്നുള്ള മന്ത്രം. ആ രാമരാമ എന്നുള്ള മന്ത്രം ജപിച്ച് രത്നാകരൻ എന്ന കൊള്ളക്കാരൻ വാൽമീകി മഹർഷിയായി മാറി. ആ രാമരാമ മന്ത്രം അനവരതം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഹനുമാൻ സ്വാമി. അതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗം രാമമന്ത്ര ജപമാണ്. രാമരാമ എന്നോ ശ്രീരാമ രാമ രാമ എന്നോ അല്ലെങ്കിൽ ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്നുള്ള രാമതാരകമന്ത്രമൊക്കെ ഹനുമാന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ഈ പ്രത്യേകിച്ചും നമ്മൾ വളരെയധികം ഈ കുട്ടികളെ ഹനുമാനെ ഉപാസിക്കാൻ വളരെ നമ്മൾ പഠിപ്പിക്കണം. കാരണം ഹനുമാന്റെ ഉപാസന അല്ലെങ്കിൽ ഹനുമാനോടുള്ള ഭക്തി വേഗം ക്ഷിപ്രം ഫലം തരുന്നതാണ്. കാരണം അദ്ദേഹം കരുണാലോലനാണ്, അദ്ദേഹം വളരെ ആർദ്രഹൃദയനാണ്. അപ്പം അതുകൊണ്ട് വേഗം തന്നെ ഹനുമാനോട് പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാവും. ഈ കുട്ടികളോട് ഇത് പ്രത്യേകമായിട്ടും ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഇത് പഠിപ്പിക്കാൻ പറയണം, അവരെ അത് പഠിപ്പിക്കണം. അങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഈ ഹനുമത് ഉപാസന കൊണ്ട് എന്താണ് നമുക്ക് ഫലം ഉണ്ടാവുക? അതിന് പറയുക, ബുദ്ധിർ ബലം യശോ ധൈര്യം നിർഭയത്വം അരോഗത.
അജാഡ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ബുദ്ധി കിട്ടും, ബലം കിട്ടും, യശസ് കിട്ടും, ആരോഗ്യം കിട്ടും, നിർഭയത്വം, ഭയം ഇല്ലാണ്ടാവും. അജാഡ്യം ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉള്ള കാര്യമാണ് അജാഡ്യം. അതായത് ഒരു ജാഡ്യമാണ്. വേണ്ട പോലെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. ഏതെങ്കിലുമൊക്കെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. അത് പഠിക്കണം എന്നുള്ള ചിന്ത വരില്ല. ആ പഠിച്ചാലും അത് വേണ്ട പോലെ മനസ്സിലാവില്ല. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ. അത് അജാഡ്യമാണ്. വാക്പടുത്തം, നല്ല ഭാഷയിൽ സംസാരിക്കാൻ കഴിയുക. ഇന്നത്തെ പല ആളുകളുടെയും ഒരു പ്രശ്നമാണത്. നല്ല ഭാഷ നമുക്ക് കൈമോശം വന്നിരിക്കുന്നു. കിഷ്കിന്ധ്യാകാന്ഡത്തിൽ വെച്ചിട്ടാണ് ഹനുമാനെ ആദ്യമായിട്ട് രാമലക്ഷ്മണന്മാർ കാണുന്നത്. അപ്പോൾ ശ്രീരാമനോ ലക്ഷ്മണനോ ഒന്നും ഇത് ആരാണെന്നറിയില്ല. ഇയാൾ ശത്രുവാണോ അതോ രാവണന്റെ ഏതെങ്കിലും മായാവി രൂപത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഹനുമാൻ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി ഇത് രാക്ഷസനല്ല. എത്ര മധുരമായ ശബ്ദം, അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള വാക്കുകൾ, വ്യാകരണ സമ്പുഷ്ടം. അങ്ങനെ ഒരു രാക്ഷസൻ അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ആദ്യമായിട്ട് അവരുടെ ആ സമാഗമത്തിൽ ശ്രീരാമസ്വാമിക്ക് മനസ്സിലായത് ഹനുമാന്റെ വൈശിഷ്ട്യം. അതാണ് വാക്പടുത്വം. വേണ്ട സമയത്ത് വേണ്ടതുപോലെ വാക്ക് ഉപയോഗിക്കാൻ കഴിയും ഹനുമാനെ ഭജിച്ചാൽ. അരോഗത, രോഗമുണ്ടാവില്ല, ഒരു രോഗവും ഉണ്ടാവില്ല. ബലം, ഹനുമാനേക്കാൾ വലിയ ബലശാലി ഈ ആരുമില്ല, ത്രിഭുവനങ്ങളിൽ ആരുമില്ല. നമുക്കറിയാവുന്നതാണ്. ഗരുഡന്റെ പോലും അഹങ്കാരം ഒന്ന് കുറയ്ക്കാൻ ഭഗവാൻ ഹനുമാനെ ആണ് ഉപയോഗിച്ചത്, അല്ലേ? ഭീമന്റെ അഹങ്കാരം തീർത്ത കഥ, വാലെടുത്ത് മാറ്റാൻ പറ്റാത്തതൊക്കെ, ആ കഥയൊക്കെ നമുക്കറിയാം. ഹനുമാൻ വലിയ ബലശാലിയാണ്. ഹനുമാനെ ഭജിക്കുന്നവർക്കും നല്ല ബലം ഉണ്ടാവും. ശരീരബലം മാത്രമല്ല, മനോബലവും ഉണ്ടാവും. നല്ല മനോബലം വേണം. ഹനുമാൻ നല്ല മനോബലമുള്ള ആളാണ്. ആ സമുദ്രലംഘനം നടത്തി സീതയെ കണ്ടു, ആ ചൂടാമണി സ്വീകരിച്ചു, ലങ്ക മുഴുവൻ ചുട്ടെരിച്ചു, സംഹാര താണ്ഡവാടി തിരിച്ചു വന്ന ആളാണ്. നല്ല മനോബലമുള്ള ആളാണ് ഹനുമാൻ. ഹനുമാനെ പിടിച്ചു കിട്ടി രാവണ സദസ്സിൽ കൊണ്ടുവന്നപ്പോൾ പഴയ ഒരു തിരുവാതിരപ്പാട്ട് തന്നെ ഉണ്ട്. അത് ശരിക്കും അതിൽ പറയും, എന്തടാ രാവണ ഏതടാ രാവണ സീതയെ കേൾക്കാൻ കാരണം, നിന്നോടാരാൻ ചെന്നിട്ടോ നിന്റെ മനസ്സിൽ തോന്നിയിട്ടോ. അതതെ, രാവണന്റെ മഹത്വമൊക്കെ ചോദിച്ചു, എന്തടാ രാവണ ഏതടാ രാവണ. ഹനുമാൻ ഭയമില്ല. കാരണം ഹനുമാന്റെ ബലം രാമമന്ത്രമാണ്. ശ്രീരാമചന്ദ്രസ്വാമി ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ ഹനുമാനെ ആരെയും ഭയമില്ല. മനോബലവും അതുപോലെ തന്നെയാണ്. നമ്മൾ പറയില്ലേ, മനോജവം മാരുതതുല്യ വേഗം. അതാണ് ഹനുമാൻ. മനസ്സിന്റെ ബലത്തിനും ഹനുമാനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. അജാഡ്യം ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയൊരു, നമ്മളെല്ലാം നേരിടുന്ന അജാഡ്യം. നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. നമ്മളുടെ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ജപിക്കും ശരണാഗതി എന്നൊക്കെ പറയുമെങ്കിലും മിക്കവാറൊക്കെ മൊബൈലിൽ ഫോണിലാണുള്ള എല്ലാവരുടെയും ശരണാഗതി ഒരു അജാഡ്യതയാണ്. അത് കൂടുതലായി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ജാഡ്യത വരും. നമ്മുടെ കുട്ടികൾക്കും ജാഡ്യത വരും. അവരതിന് അഡിക്റ്റായിട്ട് പോകുന്നു. ഹനുമാനെ ഭജിച്ചു കഴിഞ്ഞാൽ ആ ജാഡ്യം അത് മാറും. നവ ഉന്മേഷശാലിനിയായിട്ടുള്ള ബുദ്ധി കുട്ടികൾക്ക് കിട്ടും. അതാണ് വേണ്ടത്. ഉന്മേഷത്തോടു കൂടിയ ബുദ്ധി, ശുദ്ധമായ ബുദ്ധി. അത് കിട്ടാൻ ഹനുമാനെ ഭജിക്കൂ, വേഗം ഫലം കിട്ടും. ഇനി മറ്റൊരു ചോദ്യം, ഭയം അതുകൂടി പറയണം. ഭയം കൂടി മാറാൻ ഹനുമാനെ സ്മരിച്ചാൽ ഭയം മാറും. കാരണം ഇപ്പോൾ മഹാഭാരതത്തിൽ ഗീതോപദേശം കഴിഞ്ഞ് യുദ്ധം തുടങ്ങുമ്പോഴും അർജുനന് ഭയം മാറുന്നില്ല. കാരണം തന്നെ ഈ അസ്ത്രവിദ്യ പഠിപ്പിച്ച ദ്രോണര്, സൂര്യപുത്രനായ കർണൻ, ഭീഷ്മപിതാമഹൻ എല്ലാവരും അപ്പുറത്താണ് നിന്നിട്ടുണ്ട്. അവരെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അവരൊക്കെ തപസ് ചെയ്ത് അനേകം ദിവ്യാസ്ത്രങ്ങൾ സമ്പാദിച്ചിട്ടുള്ളവരാണ് അവരൊക്കെ. അവരെ തോൽപ്പിക്കണമെങ്കിൽ ഈ പഴയ കാലത്തെല്ലാം വിജയപ്രദ സ്തോത്രം എന്ന് പറഞ്ഞൊരു സ്തോത്രം എല്ലാ വീടുകളിലും ജപിക്കുമായിരുന്നു.
അത് ജപിക്കുന്നിടത്ത് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല എന്ന് പറയും വിജയപ്രദ സ്തോത്രം. ഈ ഹനുമാൻ അർജുനൻ ഉപദേശിക്കുന്നതായിട്ടാണ് അതിൻ്റെ കഥാസാരം. ഈ ഭയം വന്നപ്പോൾ കൃഷ്ണനോട് അർജുനൻ പറയുന്നു, എനിക്ക് വല്ലാണ്ട് ഭയമാവണമെന്ന് പറയുന്നു. കൃഷ്ണൻ ഹനുമാനെ സ്മരിക്കുന്നു. ഹനുമാൻ വരുന്നു. കൃഷ്ണനെ കണ്ട് സന്തോഷ അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ തൊഴുതു നിൽക്കുന്ന ഹനുമാനോട് ഭഗവാൻ പറയുന്നു, അർജുനൻ്റെ ഭയം ഒന്ന് മാറ്റിക്കൊടുക്കൂ എന്ന് പറയുന്നു. ആ ഭയം മാറ്റാൻ വേണ്ടി ഹനുമാൻ അർജുനന് ഉപദേശിക്കുന്നതാണ് വിജയപ്രദ സ്തോത്രം. ആ വിജയപ്രദ സ്തോത്രം പഴയ കാലത്ത് എല്ലാ വീടുകളിലും ജപിക്കുമായിരുന്നു. അത് ജപിച്ചു കഴിഞ്ഞാൽ വിജയവും നിശ്ചിതമാണ്. അതുപോലെ തന്നെ എന്തൊക്കെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിലും അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകും. കാരണം ആ വിജയപ്രദ സ്തോത്രത്തിന് 2-3 ഭാഗമുണ്ട്, നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ആദ്യം അർജുന കൃഷ്ണ സംവാദം. അർജുനൻ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടാണ് ഈ സ്തോത്രം, മലയാളത്തിലാണ് ഈ സ്തോത്രം തുടങ്ങുന്നത്. വീണ്ടും ഹനുമാൻ വരുന്നു. ഹനുമാൻ കൃഷ്ണനെ സ്തുതിക്കുന്നു. അതിനുശേഷം ഹനുമാൻ അർജുനന് ഈ സ്തോത്രം ഉപദേശിക്കുന്നു. അതിൽ വരുന്ന ശിവന്റെ സ്തുതികളാണ്. അപ്പോൾ കൃഷ്ണനും ഹനുമാനും സാക്ഷാൽ മഹാദേവനും ഒരുമിച്ച് ചേരുന്ന ഒരു സ്തോത്രമാണ് വിജയപ്രദ സ്തോത്രം. ഈ വിജയപ്രദ മന്ത്രം എന്ന് അതിന് പറയും. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അർജുനന് വളരെ ധൈര്യം വീണ്ടും അദ്ദേഹത്തിന് വീണ്ടും കിട്ടി. ശൗര്യവും ധൈര്യവും എല്ലാം കിട്ടി അദ്ദേഹത്തിന്. ഹനുമാൻ പറഞ്ഞു, ഭയപ്പെടേണ്ട പാർത്ഥ, ഞാൻ നിന്റെ രഥത്തിൻ്റെ കൊടി അടയാളമായി നിൽക്കും. നിന്റെ ആ കൊടിയിൽ ഞാൻ അടയാളമായിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യുദ്ധം തീരുന്നത് വരെ ആ അർജുന രഥത്തിൽ ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹനുമത് സാന്നിധ്യം ഉള്ളതുകൊണ്ട് യാതൊരു ഭയവും അർജുനൻ ഉണ്ടായില്ല. അർജുനൻ യുദ്ധം ജയിച്ചു. അതാണ് എവിടെ ഹനുമാനുണ്ടോ അവിടെ ഭയം ഇല്ല, നിർഭയത്വം, ഭയം ഇല്ല. ഇതെല്ലാം ഹനുമാനെ സ്മരിച്ചാൽ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഒരുപാട് പ്രയോജനമാണ്. അതേപോലെ മറ്റൊരു കാര്യം, സുന്ദരകാന്ഡ പാരായണം. നിങ്ങളെല്ലാവരും കുറേശ്ശെങ്കിലും സുന്ദരകാന്ഡം പഠിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഈ ആന്ധ്രാപ്രദേശിലെല്ലാം ഈ സുന്ദരകാന്ഡ പാരായണം നമ്മുടെ സപ്താഹം പോലെയാണ്. അവർ 7 ദിവസം ഗംഭീരമായിട്ട് അത് ആചരിക്കും. സുന്ദരകാന്ഡ പാരായണം പൂജകളോടുകൂടി എല്ലാവിധ ആഘോഷങ്ങളോടുകൂടിയാണ് സുന്ദരകാന്ഡ പാരായണം ആന്ധ്രയിലൊക്കെ നടക്കുക. ആന്ധ്രക്കാർക്കാണ് അത് കുറച്ച് കൂടുതലായിട്ട് ഉള്ളത്. മറ്റ് എല്ലാ സ്ഥലത്തും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ട്. രാമായണത്തിൻ്റെ മൂലം, സംസ്കൃതത്തിലുള്ള രാമായണ മൂലം, അതിലെ സുന്ദരകാന്ഡ പാരായണമാണ് അവരൊക്കെ ചെയ്യുക. നമുക്ക് കിളിപ്പാട്ടുണ്ട്. കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡ പാരായണം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. അതിൽ വിശേഷം ഈ സുന്ദരകാന്ഡ പാരായണം ഏറ്റവും അധികം ഗുണം കണ്ടിട്ടുള്ളത് ഗർഭിണികൾക്കാണ്. ഗർഭരക്ഷയ്ക്ക് ഇത്രയും വിശേഷമായ ഒരു ജപം ഇല്ല, അത്ര വിശേഷമാണ്. അതുപോലെ സത്സന്താനങ്ങൾ ഉണ്ടാവാം. അതിൻ്റെ ഫലശ്രുതിയിൽ പറയണത് മഹാവിഷ്ണുവിന് സമനായ പുത്രൻ ജനിക്കും എന്നാ പറയാ. സുന്ദരകാന്ഡ പാരായണത്തിൽ പെൺകുട്ടികളാണ് മഹാലക്ഷ്മിക്ക് സമം, അത്ര പ്രാധാന്യമുണ്ട്. അപ്പം നമുക്ക് സത്സന്താനങ്ങളെ കിട്ടാൻ നമ്മൾ എപ്പോഴും ഹനുമാനെ ഭജിക്കണം, വളരെ വിശേഷമാണ്. അതേപോലെ തന്നെ ഈ സുന്ദരകാന്ഡ പാരായണം ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ചെയ്യുന്നത് വളരെ വളരെ വിശേഷമാണ്. നമുക്ക് നല്ല സത്സന്താനങ്ങൾ വേണം. അവരാണ് നമ്മുടെ കുലവും ധർമ്മവും എല്ലാം പരിപാലിക്കേണ്ടവർ. അപ്പോൾ കുട്ടികളെ കൊണ്ട് വിശേഷാൽ ഹനുമാനെ തൊഴിപ്പിക്കണം. ഹനുമാനിൽ ഉള്ള ഭക്തി അവരിൽ വളർത്തണം. കുറേയൊക്കെ ഈ സുന്ദരകാന്ഡ പാരായണം എല്ലാം ഗർഭിണികൾ വായിച്ചു കഴിയുമ്പോൾ അവർക്ക് സത്സന്താനം ഉണ്ടാവും. ആ സന്താനങ്ങൾക്ക് ഈ ഹനുമാനെ ഭജിക്കാനുള്ള വാസനയും ഉണ്ടാവും. ഞങ്ങളെ ജ്യോതിഷത്തിലൊക്കെ പറയും, വാസനാബദ്ധോ ജീവ. എന്ത് മന്ത്രം പഠിച്ചാലും എന്തൊക്കെ ചെയ്താലും അവനവനിൽ ഉള്ള വാസന ആണ് വളരെ മുഖ്യം. ആ വാസന ഒരു ദുർവാസനകളാണെങ്കിൽ പലപ്പോഴും ഈ മന്ത്രമൊന്നും ജപിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. സദ്വാസനകൾ വേണം. വാസനാബദ്ധോ ജീവ, ആ ജീവൻ വാസനകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ഗർഭിണികൾ നാമം ജപിക്കുമ്പോൾ കുട്ടികൾക്ക് ഈ സദ്വാസനകൾ ഉണ്ടാവും. അവർ ജനിച്ചു കഴിഞ്ഞാൽ സദ്വാസനകൾ ഉണ്ടാവും. അവർ കുറേ വലുതായിട്ട് പിന്നെ നമ്മൾ അവരെ നന്നാവാൻ വേണ്ടി അമ്മമാർ മന്ത്രം ജപിക്കണം,
കാരണം വേറെ വഴിയില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. പക്ഷെ അതിലൊക്കെ എളുപ്പമാണ് ആ ഗർഭാവസ്ഥയെ തന്നെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഈ സുന്ദരകാന്ഡ പാരായണം പോലെയുള്ളതൊക്കെ ജപിച്ചാൽ വളരെ വിശേഷമാണ്. ഇനി ഈ ഹനുമാനെ നമുക്ക് എന്ത് മന്ത്രം കൊണ്ട് നമുക്ക് ജപിക്കാം? ഹനുമാന്റെ ഇപ്പോൾ തന്ത്രശാസ്ത്രത്തിൽ ഹനുമാനെ സംബന്ധിച്ച് ഒരുപാട് മന്ത്രങ്ങളുണ്ട്. അതിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. കാരണം അതൊക്കെയാണ് അങ്ങനെയുള്ള വഴിയെ പോയി. കാരണം ഒരുപാട് ബീജാക്ഷരങ്ങളൊക്കെ വരുന്ന അനവധി മന്ത്ര ഒരു സമുച്ചയത്തിന് ഹനുമത് മന്ത്രോപാസന, അതിലൊന്നും സാധാരണക്കാർ പോകരുത്. അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞില്ല, അത് ഹനുമാൻ ഉപാസിച്ച ഭ്രാന്ത് വരുന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയാവും. കാരണം അനവധി ബീജാക്ഷരങ്ങളുടെ ഒരു കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു രീതിയാണ് ഹനുമത് മന്ത്രങ്ങൾ. അതിലേക്കൊന്നും പോകണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഏത് മന്ത്രം ജപിക്കുമ്പോഴും നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജപിക്കണമെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാവണം. നിങ്ങൾക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടാവണം, അല്ലേ? എന്നെ ഈ ശാപത്തിൽ നിന്ന്, ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് രത്നാകരൻ എന്ന ആള് രാമമന്ത്രം ജപിച്ചു തുടങ്ങിയത്. ഈ സപ്തർഷികൾ അവർക്ക് അദ്ദേഹത്തിന് ഉപദേശിച്ച രാമമന്ത്രമാണ്. അദ്ദേഹം വാൽമീകി മഹർഷിയായിട്ട് മാറി. എന്ത് ചോദിച്ചാലും തരുന്ന ശ്രീരാമചന്ദ്രന്റെ അടുത്ത് ഭഗവാൻ കാരുണ്യമൂർത്തിയായിരിക്കുമ്പോൾ, സീതാസമേതനായി സന്തോഷവാനായിരിക്കുമ്പോൾ ഹനുമാൻ ചോദിച്ചത് എനിക്ക് ഭക്തി മാത്രം തരൂ എന്നാണ്. രാമഭക്തി മാത്രം തരൂ. എവിടെയൊക്കെ ഈ രാമകഥാലാപനമുണ്ടോ, എവിടെയെല്ലാം രാമനാമമുണ്ടോ, അതുവരേക്കും എനിക്ക് ജീവിക്കണം. കാര്യം മതിയാവണില്ല. എത്ര രാമമന്ത്രം ഈ രാമരസാനുഭൂതി കോരി കുടിച്ചിട്ടും, കടൽ പോലെ കോരി കുടിച്ചിട്ടും ഹനുമാന് മതിയാവണില്ല. വീണ്ടും വരണം, എനിക്കിനി ജീവിക്കണം. എന്തിനു വേണ്ടി? ഈ രാമമന്ത്രം ജപിക്കാൻ, ഈ രാമകഥ കേൾക്കാൻ എനിക്കിനിയും ജീവിക്കണം. അത് മാത്രമേ ഹനുമാൻ ഭഗവാനോട് ആവശ്യപ്പെട്ടുള്ളൂ. കുന്തി ദേവിയും അങ്ങനെയല്ലേ ഭഗവാനോട് ആവശ്യപ്പെട്ടത്? ശ്രീകൃഷ്ണ ഭഗവാനോട് ദുഃഖം മാത്രം തരൂ ഭഗവാനെ, അല്ലെങ്കിൽ ഞാൻ നിന്നെ മറന്നുപോകും. അതുപോലെ തന്നെയാണ് ഹനുമാന്റെ മന്ത്രജപവും നമുക്ക് ഹനുമാനോട് പ്രാർത്ഥിക്കാനുള്ളത്. ഹനുമാൻ സദ്വിദ്യാപ്രദായകനാണ്, സർവരോഗഹരനാണ്. എല്ലാ രോഗങ്ങളുള്ള ഒരു ഹനുമാനെ ഭജിച്ചാൽ വിശേഷമാണ്. വിദ്യയ്ക്ക് ഹനുമാനെ ഭജിക്കാം, നല്ല വാഗ്മിത്വം ഹനുമാനെ ഭജിക്കാം. സർവഗ്രഹദോഷഹാരിയാണ്. എന്തൊക്കെ ഗ്രഹദോഷം ഉണ്ടെങ്കിലും, വല്ലാതെ ഗ്രഹദോഷങ്ങളാൽ നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ ഹനുമാനെ ഭജിച്ചോളൂ. കാരണം ഹനുമാൻ ഗദായുധനായിട്ട് നിന്നാൽ സംശയിക്കേണ്ട, അവിടെ രാമചന്ദ്രനും ലക്ഷ്മണസ്വാമിയും അവിടെ ഉണ്ട്. ഇവർ മൂന്നും നിൽക്കുമ്പോൾ പിന്നെ ഏത് ഗ്രഹദോഷ ബാധിക്കുക? അപ്പൊ അതുകൊണ്ട് ഹനുമാനെ സ്മരിക്കാം. ഗ്രഹദോഷഹാരി, സർവഗ്രഹദോഷഹാരിയാണ് ഭഗവാൻ. അല്ലാതെ ദുഃഖം വരുമ്പോൾ ഹനുമാനെ ഭജിക്കാം. ദുഃഖഹരനാണ് ഹനുമാൻ സ്വാമി. ഒരു ഭാര്യാഭർത്ത് കലഹം വരുമ്പോൾ നമ്മൾ വിചാരിക്കും അദ്ദേഹം ബ്രഹ്മചാരിയില്ലേ, ചോദിക്കാമോ? ചോദിക്കാം, അദ്ദേഹത്തെ ഭജിച്ചോളൂ. രാമന്റെ താപം, രാമന്റെ ആ വ്യസനം തീർത്തത്, ചൂടാമണി കൊണ്ട് കൊടുത്തത് ഹനുമാനാണ്. രാവണന്റെ കോട്ടയിൽ ആ വൃക്ഷച്ചുവട്ടിലിരുന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ച സീതാദേവി അതിന് പുറപ്പെടുമ്പോഴാണ് ഹനുമാൻ വന്നിട്ട് ഈ രാമന്റെ അടയാളമോതിരം കൊടുക്കുന്നതും സീതയെ ആശ്വസിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് ദമ്പതിമാരുടെ കലഹത്തിനും ദാമ്പത്യ പൊരുത്തത്തിനും എല്ലാം തന്നെ ഹനുമാൻ സ്വാമിയെ ഭജിക്കാം. നിങ്ങൾക്ക് വീട്ടിൽ ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ ഭജിക്കാം, ഒട്ടും വിഷമിക്കേണ്ട. അതിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് രാമായണം വായിക്കാം, രാമരാമ ജപിക്കാം. അതുകൂടാതെ ഞാൻ ഒരു 7 ഈ ഭഗവാന്റെ ഹനുമാന്റെ അഷ്ടോത്തരത്തിലെ 108 അഷ്ടോത്തരം. ആ 108 നാമങ്ങളിൽ 7 നാമങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ആ നാമങ്ങൾ ഒരു മാല പോലെ ജപിക്കുന്ന ഒരു സമ്പ്രദായം ധാരാളം ഭാരതത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് നിത്യവും ജപിക്കാം, ഒരു ദോഷവും ഇല്ല. അത് ആദ്യം തുടങ്ങുന്നത് തന്നെ രാമദൂതായ. കാരണം ഹനുമാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ രാമദൂതൻ എന്നാണ്. അദ്ദേഹത്തിനത് കേട്ടാൽ വളരെ സന്തോഷമാണ്. അടുത്ത വാക്ക്
രാമകഥാലോലായ, രാമകഥയിൽ ആർദ്രഹൃദയനാകുന്ന ആള്. അപ്പോ രാമദൂതായ, രാമകഥാലോലായ. അടുത്തത് അസുര സൈന്യത്തെ അഥവാ രാക്ഷസന്മാരെ ഹനിക്കുന്ന ആളാണ് ഹനുമൽ സ്വാമി. അപ്പൊ അതുകൊണ്ട് ദൈത്യവംശം, രാക്ഷസവംശം, അതിൻ്റെ അന്തകനാണ്. ദൈത്യകുലാന്തകായ. അപ്പോ രാമദൂതായ, രാമകഥാലോലായ, ദൈത്യകുലാന്തകായ, മാരുതാത്മജായ, വായുപുത്രനാണ്, മാരുതാത്മജായ, അഞ്ജനാപുത്രായ, അഞ്ജനയുടെ മകനാണ്, അഞ്ജനാപുത്രായ, ഹനുമതേ, ഹനുമാനാണ്, മഹാവീരായ നമോ നമഃ. ഈ മന്ത്രം ജപിച്ച ധാരാളം ആളുകൾക്ക് പല അത്ഭുതമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഹനുമത് ഭക്തന്മാർ അനവരതം ജപിക്കുന്ന മന്ത്രമാണ് ഇത്. രാമദൂതായ, രാമകഥാലോലായ, ദൈത്യകുലാന്തകായ, മാരുതാത്മജായ, അഞ്ജനാസുതായ, ഹനുമതേ മഹാവീരായ നമോ നമഃ എന്ന മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. ഹനുമാനെ വിചാരിച്ചുകൊണ്ട് ജപിക്കാം. ആ ഭഗവാൻ എല്ലാവിധ ഐശ്വര്യവും നിങ്ങൾക്ക് തരും. എപ്പോഴും എപ്പോഴും ഏത് ഘട്ടത്തിലും ആ മഹാബലവാൻ നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഉണ്ടാവും. ശ്രീരാമ പാദത്തെ സ്മരിച്ചുകൊണ്ട്, ഹനുമത് സ്വാമിയെ വിചാരിച്ചുകൊണ്ട്, നമസ്കാരം.